ഇപ്പോൾ നമ്മൾ ഇന്നിവിടെ വന്നത് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സരോജിനി നായിഡു എന്ന് പറയുമ്പോൾ നമുക്കറിയാം. സരോജിനി നായിഡു ആരാന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ആരെയാണ്? സരോജിനി നായിഡുവിനെയാണ്. സരോജിനി നായിഡു ഈസ് നോൺ ആസ് നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ. അതുപോലെ സരോജിനി നായിഡുവിനെ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്നറിയാമോ? സരോജിനി നായിഡുവിനെ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിജി കോൾഡ് സരോജിനി നായിഡു ആസ് നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വാനമ്പാടി എന്ന് സരോജിനി നായിഡുവിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത, ഫസ്റ്റ് ഇന്ത്യൻ വുമൻ പ്രസിഡന്റ് ഓഫ് INC. ഫസ്റ്റ് ഇന്ത്യൻ വുമൻ പ്രസിഡന്റ് ഓഫ് INC. ആൻസർ സരോജിനി നായിഡു വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൻ പ്രസിഡന്റ് ഓഫ് INC. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? സരോജിനി നായിഡു ആണ്. അതുപോലെ സരോജിനി നായിഡുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സരോജിനി നായിഡു 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയുണ്ടായി. 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ ആര് പങ്കെടുത്തിട്ടുണ്ട്? സരോജിനി നായിഡു പങ്കെടുത്തിട്ടുണ്ട്. സരോജിനി നായിഡു അറ്റൻഡഡ് സാൾട്ട് സത്യാഗ്രഹ ഓൺ 1930. അപ്പം 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ ആര് പങ്കെടുക്കുകയുണ്ടായി? സരോജിനി നായിഡു പങ്കെടുക്കുകയുണ്ടായി. പക്ഷേ ഗാന്ധിജി അറസ്റ്റ് ചെയ്തതിന് ശേഷം അനുയായികളെ നയിച്ചത് ആരായിരുന്നു? സരോജിനി നായിഡു ആയിരുന്നു. ഗാന്ധി കേട്ടോ, 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ നേതാവാരായിരുന്നു? ഗാന്ധിജിയായിരുന്നു. ഗാന്ധിജി അറസ്റ്റ് ചെയ്തതിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിൽ നയിച്ചത് ആരായിരുന്നു? സരോജിനി നായിഡു ആയിരുന്നു. ഗാന്ധിജി വാസ് അറസ്റ്റഡ് ബൈ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആഫ്റ്റർ സരോജിനി നായിഡു ലീഡ്സ് സാൾട്ട് സത്യാഗ്രഹം നയിച്ചതാരായിരുന്നു? സരോജിനി നായിഡു ആയിരുന്നു. കേട്ടോ, ഓർത്തു വെച്ചോളുക. ഗാന്ധിജി വാസ് അറസ്റ്റഡ് ബൈ ബ്രിട്ടീഷ് ഗവൺമെന്റ് റിലേറ്റഡ് ടു സാൾട്ട് സത്യാഗ്രഹ ആഫ്റ്റർ സരോജിനി നായിഡു ലീഡ്സ് സാൾട്ട് സത്യാഗ്രഹ. കേട്ടോ, ഗാന്ധിജി അറസ്റ്റ് ചെയ്തതിന് ശേഷം ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് ആരായിരുന്നു? ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് സരോജിനി നായിഡു ആയിരുന്നു. അതിൽ ഓർത്ത് വെച്ചുകൊള്ളുക. 1942 നടന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ആര് പങ്കെടുത്തു? സരോജിനി നായിഡു പങ്കെടുത്തു. സരോജിനി നായിഡു അറ്റൻഡഡ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഓൺ 1942, ബട്ട് ഷീ വാസ് അറസ്റ്റഡ് ബൈ ബ്രിട്ടീഷ് ഗവൺമെന്റ്. പക്ഷേ അവരെന്ത് ചെയ്തു? ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെന്റിനാൽ അവരെന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. അതുപോലെ പറയുകയാണെങ്കിൽ ഉത്തർപ്രദേശിലെ ആദ്യത്തെ വനിതാ ഗവർണർ, ഫസ്റ്റ് വുമൻ ഗവർണർ ഓഫ് ഉത്തർപ്രദേശ്. ആൻസർ സരോജിനി നായിഡു ആണ്. ഒരു സരോജിനി നായിഡുവിൻ്റെ ബുക്കാണെന്ത്? ഗോൾഡൻ ത്രഷോൾഡ്. ഹർ ഫേമസ് ബുക്ക് ഗോൾഡൻ ത്രഷോൾഡ്. അതുപോലെ പറയുകയാണെങ്കിൽ സരോജിനി നായിഡുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അധികാരത്തിലേക്ക് അന്തരിച്ച ആദ്യത്തെ ഗവർണർ, ഫസ്റ്റ് വുമൻ ഗവർണർ ഹു ഡൈ ഇൻ ഹാർനസ്. അധികാരത്തിലേക്ക് അന്തരിച്ച ആദ്യത്തെ വനിതാ ഗവർണർ ആരാണ്? സരോജിനി നായിഡു ആണ്. അതുപോലെ സരോജിനി നായിഡുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സരോജിനി നായിഡുവിൻ്റെ ജന്മദിനമായ ഫെബ്രുവരി 13 എന്തായിട്ട് ആചരിക്കുന്നു? ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നു. കേട്ടോ, ഓർത്ത് വെച്ചുകൊള്ളുക. ദേശീയ വനിതാ ദിനം എന്നാണ്? ഫെബ്രുവരി 13 ആണ്. കേട്ടോ, ഫെബ്രുവരി 13. ഞാനിവിടെ വന്നത് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. വീഡിയോ കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക? വീഡിയോ കാണുക.